ഒരു പേഷ്യന്റിന് വിശന്നിരിക്കുമ്പോൾ ചില ഫുഡ് കഴിച്ചാലൊക്കെ മൈഗ്രെയിൻ വരും. അവര് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല, പക്ഷെ കുറച്ചു കാലം ഇതൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ മൈഗ്രെയിനിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അവരുടെ കേസ് ഡീറ്റെയിൽ ആയി നോക്കിയപ്പോൾ ഗട്ട് പ്രോബ്ലംസ്, ഈ വയറിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടു. മൈഗ്രെയിൻ പലപ്പോഴും ഇങ്ങനത്തെ ഗ്യാസ്ട്രിക് ഇഷ്യൂസുമായി കണക്റ്റഡ് ആണ്. ഇപ്പോൾ അസിഡിറ്റി, ആസിഡ് സെക്രീഷൻ കൂടിയാൽ നെഞ്ചരിച്ചൽ, പൊളിച്ചു തകറ്റൽ ഇതൊക്കെ ഉണ്ടാവാം. അതുപോലെ ആസിഡ് ലെവൽ കുറഞ്ഞാലും പ്രശ്നമാണ്. ഡൈജഷൻ കറക്റ്റായി നടക്കില്ല, വയറിൽ ഗ്യാസ് നിറയുക, കോൺസ്റ്റിപ്പേഷൻ, ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക എന്നിവയൊക്കെ വരാം. അതുപോലെ കുടലിന്റെ ആരോഗ്യം, നല്ല ബാക്ടീരിയാസ് കുറഞ്ഞ് മോശം ബാക്ടീരിയാസ് വർദ്ധിക്കുക, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഈ രോഗങ്ങൾ ഉള്ളവരിലും മൈഗ്രെയിൻ കോമൺ ആയി കാണാം. വയറിനെയും കുടലിനെയും തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ട്. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുമ്പോൾ അത് ബ്രെയിനിൽ റിഫ്ലക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പേഷ്യന്റിൽ അവർ ഇപ്പൊ എല്ലാം കറക്റ്റായി നോക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് കുറെ കാലങ്ങളായി അവരുടെ ലൈഫ് സ്റ്റൈലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല സമയത്ത് ലേറ്റ് ആയി ഫുഡ് കഴിക്കുക, അൺഹെൽത്തി ആയ ഭക്ഷണങ്ങൾ കഴിക്കുക, റെഗുലറായ വ്യായാമം ഇല്ല, ഇങ്ങനെ ഒരു ജീവിതശൈലി ആയിരുന്നു അവര് ഫോളോ ചെയ്ത് വന്നിരുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയാണ് ഇങ്ങനത്തെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തത്. ചില ആൾക്കാർ ഡോക്ടറെ കാണാതെ തലവേദന കുറയാനായി എന്തെങ്കിലും ടാബ്ലറ്റോ പെയിൻ കില്ലറോ കഴിക്കും. ഇതവരുടെ വയറിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. സോ പിന്നെയും അവർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. ഈ വയറിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ മൈഗ്രെയിനും ഓട്ടോമാറ്റിക്കായി കുറയും. മൈഗ്രെയിൻ തലവേദനയോടൊപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ബൈ.